ശശികല ടീച്ചർ കോടതി പറഞ്ഞ ഒരു നിർണായക നിരീക്ഷണമുണ്ട് ജസ്റ്റിസ് ബി വി നാഗരത്നയോട്. അതായത് ഈ പ്രതിഷ്ഠയുടെ സങ്കല്പവും സവിശേഷതകളും അത് ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള അവിശ്വാസികൾ തീരുമാനിക്കേണ്ട. അപ്പോൾ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇതിന് ഒരു പുതിയ മാനം, വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു നിലപാട് കോടതി എടുക്കുന്നു എന്ന് വേണമോ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായും ആ നിരീക്ഷണം വളരെ നല്ലതാണ്. കാരണം ഈ ക്ഷേത്രകാര്യം എന്ന് പറയുന്നത് വിശ്വാസിയുടെ സ്വകാര്യതയാണ്. അവിടെ എന്ത് വേണം എന്ന് ചിന്തിക്കേണ്ടത്, മാറ്റങ്ങൾ എങ്ങനെ വേണം എന്ന് ചിന്തിക്കേണ്ടതൊക്കെ വിശ്വാസിയാണ്. ഈ വിശ്വാസമേ തെറ്റ് എന്ന് പറയുന്നവർ എന്തിനാണ് ഇത് തിരുത്താനും നന്നാക്കാനും വരുന്നത്? അതിന്റെ ഉത്തരവാദിത്വമല്ല, അതിന്റെ ബാധ്യതയിൽപ്പെട്ട വിഷയമല്ല. നമുക്ക് നമ്മുടെ വീടിന് എന്ത് പെയിന്റ് അടിക്കണം നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അത് മറ്റൊരാൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ ഇന്ന പെയിന്റ് അടിക്കുക എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ നിന്നൊരു വൃക്ഷം അവരുടെ വീട്ടിൽ വളർന്നിട്ട് അവർക്കത് ദോഷമായി മാറുന്നെങ്കിൽ ഒരു പക്ഷെ അവർക്ക് പരാതിപ്പെടാം. അതല്ലാതെ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് എന്തിനാണ് മറ്റൊരാൾ ഇടപെടുന്നത്? ഈ പ്രൈവസി തീർച്ചയായും ഭക്തർക്കുണ്ട്. അതാണ് ശബരിമല ആചാര ലംഘനത്തിന്റെ കാര്യത്തിൽ നിഷേധിക്കപ്പെട്ടത്. ആ ഭക്തരുടെ ആ സ്വകാര്യതയാണ് ലംഘിക്കപ്പെട്ടത്. അത് അവരുടെ സ്വകാര്യതയാണ്. അതെങ്ങനെ വേണം എന്ന് അവർ നിശ്ചയിക്കട്ടെ. മാറ്റങ്ങൾ വേണ്ട കാലത്ത് അവർ ഈ മാറ്റം വരുത്തുകയും അല്ലാതെ പുറമെ നിന്ന് വിശ്വാസമില്ലാത്തവൻ ഓരോന്ന് പറയുമ്പോൾ നാളെ വിഗ്രഹത്തിൽ എങ്ങനെ ദൈവം ഉണ്ടാവുക, അല്ലെങ്കിൽ വിഗ്രഹം എന്തിനാ എന്ന ചോദ്യം വരെ ഇവർക്ക് ചോദിക്കാമല്ലോ. അതുകൊണ്ട് അത് ഭക്തന്റെ മാത്രം സ്വകാര്യതയാണ്. വളരെ നല്ല നിരീക്ഷണമാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയുണ്ട് നമുക്ക് ഈ വിധിന്. നമ്മുടെ ശബരിമല ആചാരവും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ വിധി പുനഃപരിശോധിക്കുമ്പോൾ ഭക്തർക്ക് അനുകൂലമായ വിധത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കാൻ ഇതുപോലുള്ള നിരീക്ഷണങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നു.